നമ്മൾ മലയാളികൾക്ക് ഉച്ചയ്ക്ക് ഇച്ചിരി ചൂട് ചോറ് വേണം. അതിൻ്റെ കൂടെ കഴിക്കാൻ കുറേ കറികൾ കിടന്നുണ്ടാക്കാനും വയ്യ. എന്നാൽ ഗുണവും സ്വാദും വേണം. അതിന് ചേന എരിശ്ശൂരി നല്ലൊരു ഓപ്ഷനാണ്. രക്ഷിക്കണേ. ഇനി നമുക്ക് ചേന എരിശ്ശൂരിക്ക് കട്ട് ചെയ്യാം. കഷ്ണത്തിലേക്ക് ചേന 1/2 കിലോ, സവാള 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം. ഇത് കിച്ച് കിച്ചാ നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഒരു മൺചട്ടിയിലോ ഒരു കുക്കറിലോ മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിക്കണം. അതുപോലെ ഇതിനാവശ്യമായ പയർ 100 ഗ്രാം എടുക്കണം. കൂടുതൽ ആയിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലാവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് അതും വേവിച്ച് മാറ്റുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇൻഗ്രീഡിയൻസും കുറച്ച് തേങ്ങയും എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഈ തേങ്ങയിലോട്ടൊന്ന് തിരുമ്മി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അരകല്ലിൽ അരച്ചെടുക്കുന്ന ആ സ്വാദ് കിട്ടും. ആ തേങ്ങാപ്പാലും എല്ലാം കൂടെ ഉടഞ്ഞ് ആ അരപ്പിനോട് ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക മണവും സ്വാദുമായിരിക്കും കറിക്ക്. ചേന ഒരു അര വേവ് ആവുമ്പോൾ വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഇത് പൂർണ്ണമായും വെന്ത് കഴിയുമ്പോൾ അത് കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ച് ചേർക്കണം. വേനൽക്കാലത്തുള്ള ചേനയാണെങ്കിൽ നല്ല പുട്ടുപോലെ വേവും. മഴക്കാലത്തുള്ള ചേന കുറച്ച് വേവ് കുറവാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം പയറും കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോൾ ഒരു പ്രത്യേക പരുവത്തിലെത്തും. ഈ സമയത്ത് വേണം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കണം. അത് വീണ്ടും ഒരു പരുവത്തിലെത്തിയതിന് ശേഷം വേണം നമുക്ക് കടുവറുത്ത് ചേർക്കാനായിട്ട്. കടുവറുക്കൽ പകുതി എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അയ്യോ പാൻ ചെറുതായിപ്പോയി. പിന്നെ ഞാനതൊരു വലിയ പാനിലോട്ട് മാറ്റി. ഇതിൻ്റെ ഹൈലൈറ്റ് കടുവറുക്കലാണ്. ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ കടുവറുത്ത് ആ കറിയിലോട്ട് ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അത് ഉപയോഗിക്കണം. എന്തൊരു മണവും സ്വാദുമാണെന്നറിയാമോ? എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. ഇഷ്ടപ്പെടും. സൂപ്പർ.